നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സീരീസിൽ ഞാനൊരു ഡക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കുട്ടനാടൻ താറാവ് മപ്പാസ്. ഈ ക്രിസ്മസും താറാവ് മപ്പാസും എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കോംബോ പോലെയാണല്ലേ? അതെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടൊരു താറാവ് മപ്പാസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 1/2 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രോയിലറാണ്, വിത്ത് സ്കിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്, അത് കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും വിനെഗർ ഒരു ആസിഡാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഈ വിനെഗറിലുള്ള ആസിഡ് നമ്മുടെ ആ ഒരു സ്പൈസസിൻ്റെ ടേസ്റ്റിനെ ഒക്കെ എൻഹാൻസ് ചെയ്യും. കോക്കനട്ട് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ എൻഹാൻസ് ചെയ്തിട്ട് നമ്മുടെ അത് മാത്രമല്ല, നമ്മുടെ താറാവിറച്ചിനെ കുറച്ച് കൂടുതൽ ടെൻഡറൈസ് ചെയ്തിട്ട് ആ മീറ്റിനൊരു ജ്യൂസിനെസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്നതൊക്കെ ഈ ഒരു വിനെഗറാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അതിലേക്ക് 2ാം പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പ് 2ാം പാല് ചേർക്കുന്നുണ്ട്. ഞാൻ ഈ നമ്മുടെ ഈ താറാവ് വേവിക്കുന്നത് കോക്കനട്ട് മിൽക്കിലാണ്, മാത്രമല്ല കുക്കറിലാണ് വേവിക്കുന്നത്. ബ്രോയിലർ ആണെങ്കിലും കുറച്ച് വേവുണ്ട്. അപ്പം നാടൻ താറാവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വിസിൽ കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ജസ്റ്റ് ഒരു 3 വിസിൽ കൊടുക്കുന്നുള്ളൂ. ആ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതേ മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോകരുത്, ഇതുപോലെ ചതഞ്ഞു വരാനേ പാടുള്ളൂ. പിന്നെ ഇത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളുടെ കൂടിയിട്ട് ക്രഷ് ചെയ്യുമ്പോൾ അത് ചതയത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ അത് രണ്ടും പൊടിച്ചത്. ഇനി അതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി, പിന്നെ ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും പിന്നെ എരിവിന് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞു പോകരുത്, ഇതുപോലെ ക്രഷ് ആവാനേ പാടുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് അനിയനാണ്. ആ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലായിരിക്കാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഇത് 1ാം പാലാണ്. ഒരു 2 കപ്പ് തേങ്ങയിൽ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1ാം പാലാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് 2ാം പാൽ എടുക്കാം. ആ ബാക്കിയുള്ള തേങ്ങയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്ത് പിഴിഞ്ഞെടുത്തേക്കുന്ന 2ാം പാലാണിത്. ഇനിയിപ്പോൾ നിങ്ങൾ പൊടി വെച്ചാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട 1ാം പാലും 2-2.5 കപ്പിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് 2ാം പാലും തയ്യാറാക്കാം. നമ്മുടെ താറാവൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മുകളിൽ കിടക്കുന്ന കണ്ടോ, ആ ഒരു നെയ്യൊക്കെ കണ്ടോ, അത് നമ്മുടെ ആ സ്കിന്നിൽ നിന്ന് ഫാറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അത് വേണ്ടാത്തവർക്ക് അത് കളയാം. ഇനി ഇത് അടി കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, പിന്നെ ഏലക്ക, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു 10-30 സെക്കൻഡ്സ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിക്കും ചെറിയുള്ളിക്കും പെപ്പറിനും ഒരു റോസ് ആ ഒരു കുത്തലുണ്ട്. ആ ഒരു സ്മെല്ല് മാറിയില്ലെങ്കിൽ നമ്മുടെ കറി നന്നാവില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പം നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആ കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കാം. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ കറി ഉണ്ടല്ലോ, ചെറിയുള്ളി മാത്രം വെച്ച് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ മസാലകളെല്ലാം അതിലൊന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവോള കളറൊന്നും മാറിയിട്ടില്ല, പക്ഷേ ഒരു ചെറുതായിട്ടൊന്ന് സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനൊരു 2.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്.
ടർമറിക് പൗഡർ ആക്ച്വലി നമ്മൾ മാരിനേറ്റ് ചെയ്ത ടൈമിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ചേർത്തേക്കുന്നത് കേട്ടോ. മാത്രമല്ല നമ്മുടെ കറിയുടെ കളർ ആ ഒരു യെല്ലോയിഷ് കളറാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്തതിൻ്റെ റോസ്മെല്ലൊക്കെ മാറ്റാം. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഇങ്ങനെ ചുറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കും. അപ്പോൾ നമ്മുടെ സവോള ഇങ്ങനെ മൂത്ത് ക്യാരമലൈസ് ആവത്തില്ല. മാത്രമല്ല നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് മസാലകൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതാ കണ്ടോ, നമ്മുടെ മസാലയുടെ ആ ഒരു മല്ലിയുടെയൊക്കെ ആ ഒരു കുത്തു അതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ സവോള കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളറേ മാറിയിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവും ആ സ്റ്റോക്കും എല്ലാം കൂടെ ചേർക്കാണ് കേട്ടോ. ആ സമയത്ത് ആ മേലെ കണ്ട ആ ഒരു നെയ്യൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. പിന്നെ അതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആ മസാലകളെല്ലാം ചേർത്തിട്ടിട്ട് ജസ്റ്റ് ഒരു തിള വരുമ്പം നമ്മൾ ആ 2ാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആ മസാലയും എല്ലാം കൂടെ തേങ്ങാപ്പാലിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതാ ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ തേങ്ങാപ്പാലിൽ കിടന്നിങ്ങനെ അതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി വട്ടത്തിലരിഞ്ഞ തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ തക്കാളി ചേർക്കുന്ന ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വട്ടത്തിൽ തന്നെ അരിഞ്ഞിടണം, കാരണം ഓരോ കട്ടിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മളിങ്ങനെ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ തക്കാളിയുടെ പുളിയെല്ലാം ഈ കറിയിലേക്ക് ഇറങ്ങും. അതിനാണ് വട്ടത്തിൽ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതാ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ആ ഒരു പുളി, പിന്നെ എൻ്റെ തക്കാളിക്ക് കുറച്ച് പുളി കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 ചേർത്തത്. നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതി. കുറച്ച് വിനെഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ തക്കാളിക്ക് പുളി കുറവായിരുന്നു എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് കുറച്ച് വിനെഗർ ആഡ് ചെയ്യുന്നത്. വിനെഗർ ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ വിനെഗർ ആഡ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു ഫ്ലേവറിനും ഒരു എരിവിനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ. ആ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്കൊന്ന് ഇറങ്ങട്ടെ. ശരിക്കും ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ 1ാം പാൽ ഒഴിക്കുന്നത്, കാരണം നമ്മളിപ്പോൾ വിനെഗർ ആഡ് ചെയ്തല്ലേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. ശരിക്കും ഈ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ മീറ്റ് ഒന്ന് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊന്ന് പ്രിസർവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അത് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര ക്രീമി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് നമ്മളിതാ ഈ കറി ഇപ്പോൾ റെഡിയായി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലെ ക്രിസ്മസ് സെലിബ്രേഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ താറാവും മപ്പാസിന് വലിയൊരു സ്ഥാനമുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നെങ്കിൽ താറാവ് മപ്പാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലഞ്ചിന് താറാവ് റോസ്റ്റ് കാണും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും അറിയാം. പിന്നെ ഇത് പെയർ ചെയ്യുന്നത് ശരിക്കും നമ്മൾ നോർമലി ഇത് പെയർ ചെയ്യുന്നത് ആപ്പം, ഇടിയപ്പം, പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെയാണ്. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.